അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാ അമ്മാ ബഅദ്. പരിശുദ്ധമായ ഹജ്ജ് എല്ലാ മുസ്ലിമുടെ മേലും പ്രായപൂർത്തിയായ എല്ലാ ഹജ്ജിക്ക് പോകു ആഫിയത്തുണ്ടു, പൈസ ഉണ്ടു, തെരു സേഫ്റ്റി ഉണ്ടു, അങ്ങനത്തെ എല്ലാവർക്കും നിർബന്ധമായിട്ട് ഇക്കട്. ഹജ്ജിലെ ഫർള് 5 ഇക്കട്. അതിൽ ഒന്ന് ഇഹ്റാം കെട്ടർ. ഇഹ്റാം ചെന്നെങ്കിൽ ഇഹ്റാമു അത് ഹജ്ജിലാണ് പ്രവേശിക്കാനായിട്ട് അവിടെ നിയത്ത് വെച്ചിട്ട് നിയത്ത് വെക്കരുത്. ആ ഇഹ്റാം കെട്ടലോട് കൂടെ അപ്പടങ്ങ ഇഹ്റാമിൻ്റെ ഡ്രസ്സെല്ലാം ഇഡ. അതോട് കൂടെ എന്തായത് 3 ഹലാലായ കാര്യം കുറേ ഹറാം അവിടെ. പിന്നെ അതേപോലെ അറഫയിൽ നിൽക്കുന്നത് ദുൽഹിജ്ജ ഒലിമ്പറണ്ടായിട്ട് അറഫയിൽ നിൽക്കത് അത് ഹജ്ജിലെ പ്രധാനപ്പെട്ട ഒരു ഫർലായിട്ട്. നമ്പർ 2. നമ്പർ 3 ഇഫാലത്തിലെ തവാഫ് 7 ബട്ട കഅബയുടെ തവാഫ് ആക്കടതായിട്ട്. ആ ഇഫാദത്തിലെ തവാഫായിട്ട് മൂന്നാമത്തേത്. നാലാമത്തേത് സഹി 7 ബട്ട സൊഫാ മറുപടെ ഇടയിൽ ഓടുறதுக்கு അതായിട്ട് നാലാമത്തെ ഫർൾ. അഞ്ചാമത്തേത് തലയുടെ മുടിയെടുക്കരേ അഞ്ചാമത്തേത്. അപ്പൊ ഈ 5ൽ 4 ഉംറത്തുക്കും ഇതേ സെയിം ഫർലായിട്ട്. അറഫയിൽ നിൽക്കുന്നത് മാത്രം ഉംറക്കില്ലാണ്ട്. അപ്പൊ ഈ അജ്ജിൽ ഈ ഫർളിൽ ഏതെങ്കിലും ഒന്ന് വിട്ടെങ്കിൽ അത് പിന്നെ ശരിയാവില്ല. കാരണം അത് പിന്നെ രണ്ടാമത് എന്താക്കേണ്ടി വേണ്ട, ഒരു അർത്ത് കൊടുത്തെങ്ക എന്തു പരിഹാരമേ ഇല്ലാണ്ട്. ಅದಕ್ಕೆ അർത്ത് കൊടുത്ത സാധനം ഒരു ആടർത്ത് കൊടുത്തെങ്ക അത് പരിഹാരം എന്തു ആവില്ല. ഈ ഫർള് ബുടകേ തീരാണ്ട് അവിടെ. ഇനി വാജിബാത്ത് അജ്ജിൽ ഒന്ന് ഇഹ്റാം കെട്ടത് മീക്കാത്ത് ಅದರ പ്ലേസേ ഉണ്ടല്ലേ, മീക്കാത്തുണ്ടല്ലോ, 5 മീക്കാത്തുണ്ട് ഇഹ്റാം കെട്ട പ്ലേസ് ഉണ്ട്. അവിടെമേ വെച്ചിട്ട് ഇഹ്റാം കെട്ടതായിരിക്കും ഒന്നാമത്തെ വാജിബാത്തിൽ ഒന്നും. രണ്ടാമത്തത് മുസ്ദലിഫൽ അവിടെ രാത്രി സ്റ്റേ ആവണു. നമ്പർ 2 അത് ഒരു കൊറിയ ടൈമെങ്കും എന്താ സ്റ്റേ ആയെങ്കിൽ മെയ്യാവൂ. പെരുന്നാളുണ്ട് ജാവും സ്റ്റേ ആവണം. മൂന്നാമത്തത് മിന അയ്യാമുത്തശ്ശേരിക്ക് ദുൽഹിജ്ജ പോകണമെന്ന് പറഞ്ഞതിന് ഈ 3 ജാവും മിനയിൽ സ്റ്റേ ആവണം. മിനയിലായിട്ട് സ്റ്റേ അവിടെ. നാലാമത്തത് ലാസ്റ്റ് ബറും വിടവാങ്ങൽ തവാഫ്. ലാസ്റ്റ് ഒരു തവാഫ് ആക്കൊണ്ട് ബറും ഇതായാൽ പിന്നെ ആ തവാഫ് ആക്കുന്നത് വാജിബാത്തായിട്ട്. അഞ്ചാമത്തത് പെരുന്നാളുണ്ടും അതേപോലെ പിന്നെ പെരുന്നാൾ കഴിഞ്ഞിട്ട് പോകണമെന്ന് പറഞ്ഞിട്ട് ദുൽഹിജ്ജ ഈ 3 നാൾ ഒട്ടിക 4 നാൾ കല്ലെറിയതായിട്ട്. കല്ല് അത് ഫസ്റ്റ് പെരുന്നാളുണ്ട് 7 കല്ലെറിയണു. പിന്നെ ബാക്കി 3 നാളും 3 ജമ്പറുണ്ടല്ലേ അതിൽ 7 പല 21 പല കല്ലെറിയണു. ഒരു നാൾ 21, പിന്നെ ഒരു നാൾ 21, പിന്നെ ഒരു നാൾ 21. 3 ജമ്പറുണ്ട്, 3 7 കല്ലെറിയണം ടോട്ടൽ. ഇത് നാലാമത്തെ വാജിബാത്തായിട്ട്. അപ്പൊ ഈ ഇത്രയും ഇത് വാജിബാത്ത്. ഇത് ഒന്ന് എന്തേ ഇഹ്റാം കെട്ടേ, മീക്കാത്തിൽ വെച്ച് ഇഹ്റാം കെട്ടേ, മുസ്ദലിഫയിൽ ജാവ് സ്റ്റേ അവിടെ. നമ്പർ 2. നമ്പർ 3 മിനയിൽ അയ്യാമുത്തശ്ശേരിന്റെ ജാവ് മിനയിൽ സ്റ്റേ അവിടെ. നമ്പർ 3. നമ്പർ 4 വിദാഗര തവാഫ് ആക്കടേ. പിന്നെ നമ്പർ 5 കല്ലെറേ. ഈ 5 വാജിബാത്തും 5 ഫർള് ഇത് മസ്റ്റായിട്ട് ശരിയായിട്ട് ഞങ്ങൾ അറിഞ്ഞു വേണു. ഇത് ഞങ്ങൾ പാലിക്കണം. പിന്നെ അങ്ങ് തവാഫ് ആക്കുമ്പോൾ ശുദ്ധി വേണു. അശുദ്ധി 2 അശുദ്ധി കൊതിര, ചെറിയ അശുദ്ധി വലിയ അശുദ്ധി അത് കൊതിര ഔറത്ത് കറക്റ്റ് മറിഞ്ഞിട്ട് വേണു. തവാഫ് ആക്കുമ്പോൾ നിയത്ത് വെക്കണം. ആ തവാഫ് ആക്കുന്നത് ഏത് തവാഫുണ്ട്, ഇഫാലത്ര തവാഫ് ഏത് തവാഫുണ്ട് നിയത്ത് വെക്കണം. അതേപോലെ സ്റ്റാർട്ടിങ് ഹജർ അസ്വദ് സ്റ്റാർട്ട് ആക്കട്ടെ. ഹജർ സ്റ്റാർട്ട് ആക്കിയിട്ട് ഹജർ രണ്ടാകുമ്പോൾ ഒരു ബട്ട അവിടെ. അതേപോലെ ഇതായിട്ട് 7 ബട്ട തവാഫ് ആക്കണം. ഇതായിട്ട് തവാഫ് ആക്കുമ്പോൾ ഞങ്ങൾ പാലിക്കണം. പിന്നെ ഇഹ്റാം ഞങ്ങൾ കെട്ടിയാൽ പിന്നെ കുറേ കാര്യം ഹറാം ഓടിച്ചൊന്നല്ലേ. അതിൽപ്പെട്ട ഒന്ന് ഭാര്യ ഭർത്താക്കന്മാർ ഇത് സംയോഗ അത് ഹറാം ഓടുന്നു. അതേപോലെ അതുകൊണ്ടിട്ട് ഹജ്ജ് ഫസാദ് ഓടും. അതേപോലെ വികാരം കൊണ്ടിട്ടു സ്പർശനാക്കടെ, ഒരു ഇഷ്ടത്തോടു കൂടെ ഭാര്യ ഭർത്താവ് സ്പർശനാക്കടെ അതും ഹജ്ജ് ഫസാദ് ആവിടും. അതെല്ലാം എന്താവിടും, ഇത് ഹറാം അവിടെ കാര്യമായിട്ട്. സുഖമെടുക്കൽ കൈക്കൊണ്ടിട്ടു ഇതെല്ലാം എന്തിന് ഇഹ്റാം കൊണ്ടിട്ട് ഹറാം അവിടെ കാര്യമായിട്ട്. നിക്കാഹ് അവിടെ ഒരു പുതിയ ആപ്പലുണ്ട്, കാക്കുണ്ട്, നിക്കാക്കി കൊടുക്കുക. അപ്പം അവിടെ ഇഹ്റാം കെട്ടിയാൽ പിന്നെ നിക്കാഹ് ആക്കോ തീറാം. ഇഹ്റാമിൽ കഴിഞ്ഞാൽ പിന്നെ ഇഹ്റാം കെട്ടിലേക്ക് 3 തൊന്തരില്ല. അതേപോലെ സുഗന്ധം യൂസ് ആക്ക, അത്തർ യൂസ് ആക്കടേ. സുഗന്ധം ഏത് യൂസ് ആക്കോ ഇല്ല ഇഹ്റാം കെട്ടിയാൽ പിന്നെ. തലമുടിയ കാളുടെ നഖം ഉഗുരെടുക്കില്ല പിന്നെ. അതെല്ലാം ആക്കരെങ്കിൽ ഇഹ്റാം കെട്ടിലേക്ക് 3 എല്ലാം റെഡി ആവണം. ആക്കിയിട്ട് കുളിച്ചിട്ട് ഫ്രഷ് ആയിട്ട് അങ്ങനെ പിന്നെ എന്താക്കണോ, പിന്നെന്തോ ആക്കോ ഇല്ല ഇവിടെ. അതേപോലെ
ആണിയെ ചുറ്റപ്പെട്ട വസ്ത്ര പാൻറ് ഷർട്ടെല്ലാം ഇടില്ല, അങ്ങനത്തെ ഇല്ല. ഇഹ്റാമിന്റെ സ്പെഷ്യൽ ഡ്രസ് ഉണ്ടല്ലോ, അതേ ഇടണം. ഇഹ്റാമുలు തഹല്ലുൽ വിരമിക്കൽ കൊടുത്തോളും. അതേപോലെ ആണിയ തല മറക്കോ തീര ഹറാമോ, പെണ്ണിയ മുഖം മറക്കും തീര. ഇത്തര കാര്യമായിട്ട് ഇഹ്റാം കിട്ടിയെങ്കിൽ ഹറാമാവിടെ കാര്യം. അപ്പൊ ഹജ്ജിക്ക് പോയെങ്കിൽ ശ്രദ്ധിക്കണം. ഒന്നും 5 ഫർള്, പിന്നെ 5 വാജിബാത്ത്. അതേപോലെ ഇഹ്റാം കെട്ടിയെങ്കിൽ ഹറാമായ കാര്യങ്ങൾ അത് ദ്വാക്കാണ്ട് ഇത്ര ഞങ്ങൾ നിർബന്ധമായത് പാലിച്ചെങ്കിൽ. അതേപോലെ 5 മെയിനുള്ള 5 നാള്, അതായത് ദുൽഹിജ്ജ ഒലിമ്പോൾ പിന്നെ 8 പിന്നെ സ്റ്റാർട്ട് ആവുള്ളൂ. അതിലെ പ്രധാനപ്പെട്ട ഇതല്ല മെയിൻ 5 നാളായിട്ട് ഏറ്റവും പ്രധാനപ്പെട്ട നാള് 5. ദുൽഹിജ്ജ ഒലിമ്പോ 10, 11, 12, 13, ഈ 5 നാള്. പിന്നെ ഉംറ എപ്പം ആക്കാം, ഹജ്ജ് ഈ ടൈമിലല്ലാണ്ട് വേറൊരു ടൈമിൽ ഹജ്ജാക്കാവില്ല. അപ്പൊ അള്ളാഹു മഖ്ബൂലും മബ്റൂറ ഹജ്ജും ഉംറയും നിർവഹിക്കും. അള്ളാഹു നമുക്ക് തൗഫീക്ക് ചെയ്യട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.